നന്ദകുമാറെന്ന് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു. എന്നാൽ ഗോവിന്ദൻ മാഷ് പറയുന്നത് നന്ദകുമാർ ഫ്രോഡാണ്. നിലവാരമില്ലാത്തവനും ഫ്രോഡുമാണ് നന്ദകുമാർ എന്ന് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും പറഞ്ഞതിന് ശേഷവും ടി.പി. ജയരാജൻ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ ടി.പി. ജയരാജൻ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകാത്തത് എന്ന് പൊതുസമൂഹത്തിന് സംശയമുണ്ട്. മുഖ്യമന്ത്രി പറയുകയാണ്, ഭാവിയുടെ കൂടെ ശിവൻ നടന്നാൽ ശിവനും ഭാവിയാകും എന്നാണ്. കേരളത്തിലെ ഏത് ഭാവിയുടെ കൈയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിടിക്കാത്തത്? കരിമണൽ കത്ത് എന്ന് പറയുന്ന ഭാവിയുടെ കൈ പിടിച്ചില്ല. സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ക്രിമിനലുകളുടെ കൈ പിടിച്ചില്ല. വി.എസ്. അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവനെന്ന് വിളിച്ച പാരിസ് അബൂബക്കറിന്റെ കൈ പിടിച്ചില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി സർവത്ര പാപികളുടെയും കൈ പിടിച്ച് സ്വന്തം കുടുംബാധിപത്യത്തിന് വേണ്ടി പ്രസ്ഥാനത്തെ മാറ്റിമറിച്ചതിനു ശേഷം കേരളത്തിലെ ജനങ്ങളെ പൗരബോധം പഠിപ്പിക്കരുത് എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ പാർട്ടിക്കകത്ത് ജയരാജൻ മാത്രമല്ല, മുതിർന്ന നേതാക്കന്മാരും സാധാരണ ചെറിയ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ കമ്മിറ്റിയുടെയും ബ്രാഞ്ചിന്റെയും ജില്ലയുടെയും ഒക്കെയുള്ള വിവിധ നേതാക്കന്മാരും ഈ മുഖ്യമന്ത്രിയുടെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരായിക്കൊണ്ട് മനസ്സ് നുറുങ്ങിയിട്ട് തന്നെ ഈ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ജയരാജനും പ്രാദേശിക നേതാക്കന്മാരിൽ പലരും ബി.ജെ.പിയുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായി. എന്നാൽ ഈ തലയെടുപ്പുള്ള ജയരാജനെ തന്നെ അതിശക്തമായി ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും സാധിക്കുന്ന ഈ പിണറായി വിജയൻ ഉള്ളപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് അവരെ കൊട്ടേഷൻ കൊടുത്ത് ഇല്ലാതാക്കുമെന്നുള്ള ഭയപ്പാട് കൊണ്ട് തന്നെയാണ് ശ്വാസം മുട്ടി ഈ പ്രസ്ഥാനത്തിനകത്ത് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും കഴിഞ്ഞു കൂടി പോകുന്നത്. ഇവിടെ ആലപ്പുഴയിൽ കരിമണൽ കർത്തയും കെ.സി. വേണുഗോപാലും പിണറായി വിജയന്റെ മകളും ആരിഫും ഉൾപ്പെടെയുള്ളവരുടെ ഒരു മുക്കൂട്ട് മുന്നണിയാണ് ആലപ്പുഴയിൽ NDAയുടെ സ്ഥാനാർത്ഥിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മത്സര രംഗത്ത് നിൽക്കുന്നത്. ഈ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന മേജർ മൈനിൽ കൈകാര്യം ചെയ്തിരുന്ന ശിശ്രാ മോറി എന്ന് പറയുന്ന രാജസ്ഥാനിലെ മന്ത്രിയുടെ ഇടനിലക്കാരനായിട്ടുള്ള രാജസ്ഥാൻകാരൻ ടിക്കാറാം മീണയും ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കരിമണൽ കട്ടയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ.സി. വേണുഗോപാലിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ ഏജൻസി മുൻപാകെ ചില രേഖകൾ കൊടുക്കുകയും ആ രേഖകൾ പരിശോധിക്കുകയും ആ രേഖകളിൽ പരിശോധന നടത്തി പഠിച്ചതിന് ശേഷം തന്നെയാണ് ആലപ്പുഴയിൽ വന്ന് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ ഇരുന്ന ശ്രീമാൻ അമിത്ഷാജി പറഞ്ഞത് കരിമണൽ ഖനനം നടത്തിയ അനധികൃതമായി കരിമണൽ ഖനനം നടത്തിയ ഇരുമുന്നണികൾക്കെതിരായിട്ടും നടപടിയുണ്ടാകും. അദ്ദേഹം വളരെ വ്യക്തമായി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ സ്പഷ്ടമായി തന്നെയാണ് ഈ കാര്യം പ്രസംഗിച്ചത്. കേരളത്തിലെ സഹകരണ വകുപ്പുകളിനെ ഉപയോഗിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപ കവർന്നെടുത്തിട്ടുള്ള ആളുകൾക്കെതിരായിട്ടും ശ്രീമാൻ അമിത്ഷാജിയുടെ പ്രസംഗം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഉണ്ടായത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഫയൽ പൂഴ്ത്താൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്തത് പാപികളുടെ കൈ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പൊ കരിമണൽ കർത്തയുടെയും കെ.സി. വേണുഗോപാലിന്റെയും സ്വന്തം മകൾ വീണയുടെയും പാപക്കറ നിറഞ്ഞ കൈകൾ ശുദ്ധമാക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഏത് ഫയൽ മാറ്റിയിട്ട് കാര്യമില്ല.
ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാൾ പോലും BJP-യിലേക്ക് കടന്നു വരാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഏത് ലോകത്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഖിലേന്ത്യാ തലത്തിൽ ഈ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട VD സതീശൻ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ കാൽക്കീഴിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആസാമിലെ പ്രഗത്ഭനായിട്ടുള്ള കോൺഗ്രസിന്റെ ലീഡർ ഹിമന്ത ബിശ്വ ഇന്ന് ആസാമില് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ആ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായിട്ട് നിലനിൽക്കുകയാണ്. മാധവ് റാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുകയാണ്. ഇവിടെ തന്നെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കേന്ദ്ര തലത്തിലുള്ള അനവധി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ വെയിറ്റിംഗിലാണ്. അവർ ആലോചിക്കുകയാണ്, അവർ കരുതുകയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ഒരു മാറ്റമായിരിക്കും കേരളത്തിന്റെ ഭൂമികയിൽ ഉണ്ടാകാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അതിശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് കോൺഗ്രസിന്റെയും നേതൃത്വം മനസ്സിലാക്കണം എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് EP ജയരാജനുമായിട്ട് ദല്ലാൽ നന്ദകുമാറിനെ ദല്ലാൽ എന്ന് പറയില്ലെന്നാണ് വേണ്ടത്. പക്ഷെ അതറിയാതെ അവരൊരിക്കലും നന്ദകുമാറും EP ജയരാജനും ശോഭാ സുരേന്ദ്രനും കൂടി ഇരുന്നുകൊണ്ട് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുകയും നന്ദകുമാറിന് എതിരായിട്ട് കേസ് കൊടുക്കാൻ ജയരാജൻ ഭയപ്പെടുകയും നന്ദകുമാറിന്റെ കയ്യിലുള്ള രേഖകളെ ഭയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ മാധ്യമ സുഹൃത്തുക്കൾക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അത് വിട്ടുതരികയാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നു ചർച്ചകൾ നടന്നിട്ടുണ്ട്, ജയരാജൻ പറയുന്നു ചർച്ചകൾ നടന്നിട്ടില്ല. ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ജനങ്ങൾ ആലോചിച്ച് തീരുമാനിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അതിന് മുൻപാണ് അതായത് ഞാൻ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ കോ കൺവീനറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സാഹചര്യം ഉണ്ടായത്. അതിനൊക്കെ ശേഷം ഒരു 3-4 മാസത്തിന് ശേഷമാണ് വൈദേഹത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും കാര്യങ്ങളുമെല്ലാം നടക്കുന്നത്. ഒരുപക്ഷെ ആ വൈദേഹത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തേക്ക് വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ച പോലും ഉണ്ടാകില്ലായിരുന്നു. അന്ന് ഇതിനെക്കുറിച്ചൊന്നും തന്നെ ദേശീയ ഏജൻസിക്കോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ അത്തരത്തിലുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. ഞാൻ കറക്റ്റായിട്ട് ഡേറ്റ് പറഞ്ഞു. ഇന്നലെ പറഞ്ഞു ഞാൻ ഇന്ന ഡേറ്റിലാണ് പോയത്, ഡൽഹിയിൽ പോകുന്നു, അത് പോകാൻ ഗോവിന്ദൻ മാഷയുടെ യാത്ര തൃശ്ശൂരിൽ വരികയും ആ സമയത്ത് അന്ന് രാമനിലയത്തില് മന്ത്രി രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ഞാൻ അവിടെ കണ്ടു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെല്ലാവരും വിഭാഗമുണ്ടായിരുന്നു. പക്ഷേ ജയരാജൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, വേറൊരു മുറിയിലാണ് ജയരാജൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മന്ത്രി രാധാകൃഷ്ണൻ പോയതിനു ശേഷമാണ് അവിടെ ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്ക് ജയരാജൻ വന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട്, അതായത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ ഈ നന്ദകുമാർ പറഞ്ഞത്, ഞാൻ ഈ ജയരാജനായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാത്തത്? നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കാത്തത് നന്ദകുമാറിന്റെ കയ്യിൽ കൃത്യമായിട്ട് വിവിധ ഘട്ടങ്ങളിൽ ഒരു സമയത്തല്ല, നന്ദകുമാറിന്റെ വീട്ടിൽ, നന്ദകുമാറിന്റെ അമ്പലത്തിൽ, നന്ദകുമാറിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ നന്ദകുമാറിനോടൊപ്പമുള്ള വിവിധ യാത്രകളിൽ എല്ലാം നന്ദകുമാറിന്റെ കയ്യിൽ തെളിവുണ്ടായിരിക്കും. അല്ലെ, നോക്കൂ, ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭീഷണിയുടെയും അതുപോലെ തന്നെ കൊട്ടേഷന്റെയും വരെ തലപ്പത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു വ്യക്തി കടന്നു വന്ന് പ്രാപ്തനായിട്ടുള്ള അല്ലെങ്കിൽ കണ്ണൂർ മാത്രമല്ല കേരളത്തിൽ വലിയ തലപ്പൊക്കത്തോടുകൂടി എത്രയോ വർഷം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വാക്ക് മാറ്റണമെങ്കിൽ, വാക്ക് മാറണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, ഭീഷണികൾ ഉണ്ടായിരിക്കാമെന്ന് ഞാൻ പറയുകയാണ്. അല്ലാതെ ഞങ്ങൾ ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തെ കണ്ടു. അപ്പൊ പിന്നെ ബാക്കി എന്ത് സംഭവിച്ചതിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പോലും ഒരു വിഷയം ഏറ്റെടുക്കുന്നത് 100% പഠിച്ച് പരിശോധിച്ചതിന് ശേഷമാണ്. അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു വിഷയത്തിൽ അത് പരിപൂർണതയിൽ എത്തിയില്ല എങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല.
ഉണ്ടാകും എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റ് ചില കേസ് ഈ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡീല് നടത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ മാസത്തില്ല കോൺഗ്രസിലെ ഈ ആരോപണം ഉന്നയിക്കുന്ന ശ്രീമതി സുധാകരനല്ലേ ആവശ്യവടിത്തെ പോലും ഏതെല്ലാം തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളുമായും അധോലോക സംഘങ്ങളുമായും ഒക്കെ കയറി ചേർത്ത് പിടിക്കുകയും വാർദ്ധക്യപ്രായത്തിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പല ആളുകളും കേരളത്തിൽ സുധാകരനെതിരെ അറ്റാക്ക് കുറയ്ക്കുകയാണ്. മനസ്സിലായില്ലേ? എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ BJP എന്റെ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഒറ്റയടിക്ക് തീർക്കാമായിരുന്നല്ലോ ഈ പിണറായി വിജയന്റെ കുടുംബത്തിൽ അഴിമതിയെയും. കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ആ വിഷയം എക്സാലോജിക്കിന്റെ വിഷയം ചർച്ചയാക്കണ്ട എന്ന് തീരുമാനിച്ചത് സുധാകരന്റെയും VD സതീശന്റെയും മറുപടിയിട്ടല്ലേ? അന്നല്ലേ ഞാൻ പറഞ്ഞു തരാം, അന്നല്ലേ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവരെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ കപട വേഷം കെട്ടി ഞാൻ അഴിമതിക്കാർക്കെതിരെയാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും പിന്നീട് എടുത്ത നിലപാടെന്നാണ്. അപ്പൊ കോൺഗ്രസ് പറയുന്നത് എന്താ? പിണറായി വിജയനെ പരാജയപ്പെടുത്തുന്നത് എന്നാണോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാരുടെ താല്പര്യമല്ല. അവർക്ക് ആ താല്പര്യമില്ല. ആ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരുമായിരുന്നു. നാമോട്ടുള്ള പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ശബരിമല വിഷയത്തില് ശബരിമലയിലെ അയ്യപ്പന്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു ഭാഗത്ത്. എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് വാചക കസർത്ത് നടത്തുന്നു. ഞങ്ങളൊക്കെ റോഡിൽ ഉണ്ണാതെ ഉറങ്ങാതെ തെരുവിൽ ഞങ്ങൾ അറിയുന്നു. 10-11 ദിവസം ഭക്ഷണം കഴിക്കാതെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരം കിടക്കുന്നു. 30-35 കേസുകളിൽ പെടുന്നു. ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത കോൺഗ്രസുകാർ ഇങ്ങനെ അഴിമതിക്കെതിരാണ് ഞങ്ങൾ ഇവിടെ സർവസ്വം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വീം പറക്കുകയല്ലാതെ എന്താണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഇവിടെ ഈ മുഖ്യമന്ത്രിക്കെതിരെ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു നിലപാട് അവർ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്നിരിക്കുന്ന സീതാറാം യെച്ചൂരിയുമായിട്ട് ഇവിടെ രാഹുൽ ഗാന്ധി സംസാരിക്കും. ഈ പോക്ക് കേരളത്തിൽ പോയാൽ പറ്റില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകുന്നത് കേരളത്തെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കണമെന്ന് പറയാൻ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക് പദ്ധതി. അപ്പൊ അതെങ്ങനെ സംഭവിക്കും? സാധിക്കും. കാരണം CPIയുടെ രാജയും CPIഎമ്മിന്റെ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒന്നല്ലേ? നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പോലും വിശ്വസിക്കുന്നില്ലല്ലോ. അവര് 2000 നിൽക്കുന്നു, 2000 കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യ മുന്നണിയുടെ ആളുകളാണ്. രാജസ്ഥാനിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അപ്രമാദിത്വം കൊടുക്കാൻ, ഒന്നുമല്ലാതായി പോയ പാർട്ടിക്ക് അപ്രമാദിത്വം കൊടുക്കാൻ KC വേണുഗോപാലല്ലേ പരിശ്രമിച്ചത്. KC വേണുഗോപാൽ ഒപ്പിട്ടിട്ടല്ലേ ഫയൽ നീക്കിയത്. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇവിടെ മാത്രമാണ് 2000 നിൽക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ അവർ ഒന്നായി നിൽക്കുകയാണ്. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഇവിടെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയത്തിന്റെ ആ തെരഞ്ഞെടുപ്പിന്റെ ബോധയിൽ ഒരു ഭാഗത്ത് NDA ഉണ്ടാകും, മറുഭാഗത്ത് പിണറായി വിജയനും VD സതീശനും സുധാകരനും ഒരുമിച്ച് കൈപ്പത്തി അരിവാഴ്ച നക്ഷത്രത്തിൽ മത്സരിക്കുന്നത് കാണാനുള്ള പല സംസ്ഥാനങ്ങളിലും ഇത്തരം ഈ സ്വർണ്ണക്കടത്ത് കേസ്, മാസപ്പടി കേസുകളൊക്കെ ഉണ്ടായത് പല അവസ്ഥകളും പല നേതാക്കന്മാരെ അകത്ത് വരും. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ളൊരു താല്പര്യം സ്വാഭാവികമായിട്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ കാണിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുമല്ലോ. നമുക്ക് ചിദംബരത്തിന്റെയും വിഷയം വന്ന സമയത്ത് മാസങ്ങളല്ല വർഷങ്ങൾ എടുത്തിട്ടാണ് ചിദംബരത്തിന്റെ അന്വേഷണം
തീർച്ചയായിട്ടും ഞാൻ ഞാൻ അത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അവിശുദ്ധ സഖ്യത്തെ മറച്ചുവെക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ തലയിലേക്ക് ഇടുന്ന ഒരു പോയിന്റ് മാത്രമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇ പി ജയരാജൻ പ്രസ്ഥാനത്തിൽ നിന്ന് മാറിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊന്നും നമുക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഒരാൾ വരുന്നു പത്മജ, അവര് വരികയാണ്, അവരെന്താ വരുന്നത്? അവർക്ക് തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അവർക്ക് അവരുടേതായിട്ടുള്ള വേദനകൾ ഉണ്ടാകും. അപ്പൊ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രതലത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അംഗീകാരം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അവർ വരുന്നു. അങ്ങനെ എത്രയോ ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നു. അതിന്റെ മുഴുവൻ ജാതകം പരിശോധിക്കേണ്ട കാര്യമൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ ജോലി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഭാരത കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞത്? മാധ്യമ സുഹൃത്തുക്കൾ പിന്നാലെ പോയത് ഭാരത കമ്മീഷൻ റിപ്പോർട്ട് ഭാരതത്തിന്റെ അടുത്ത തലമുറയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഭാരത കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടി കമ്മിറ്റി യോഗത്തിൽ വെച്ച സമയത്ത് അന്നത്തെ ജനപക്ഷത്ത് ചേർന്ന് നിൽക്കുകയായിരുന്ന സഖാവ് അച്യുതാനന്ദൻ വരെ എന്ത് പറഞ്ഞു എന്നുള്ളത് അറിയാത്തവരൊന്നുമല്ല കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ. പക്ഷേ അദ്ദേഹത്തിനെയൊക്കെ ഒരു ഭരണപരിഷ്കാര കമ്മീഷന്റെ കസേര കൊടുത്ത് ഒരു മൂലയ്ക്ക് തളച്ചിട്ട് മൂന്നാറിലേക്ക് മലകയറിയിട്ട് അവിടുത്തെ മാഫിയകളെ പുറത്തിറക്കുമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ നാമാണ് കേരളത്തിന്റെ മണ്ണിലെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കെട്ടിയത്. അപ്പൊ ഇതൊക്കെ അറിയാത്തവരൊന്നുമല്ല മാധ്യമ സുഹൃത്തുക്കള്. ഇവിടെ ഒരു മുന്നണിയാണ് പ്രവർത്തിക്കുന്നത്. അത് അഴിമതിയുടെ കൂട്ടുമുന്നണിയാണ്. ആ അഴിമതിയുടെ കൂട്ടുമുന്നണിയിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ചില അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് വലിയ ജീവിതത്തിലെ മണിക്കൂറുകൾ ചെലവഴിക്കണം എന്നുള്ള മോഹവുമുണ്ട്. അതിനൊരു കൈ തന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. അല്ല, ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് ആ ഏതൊരു വലിയ ലീഡറെയുമായിട്ട് ചർച്ച നടത്താൻ പോകുമ്പോൾ അദ്ദേഹത്തിന് പേന പിടിക്കുന്നതാരാണ്, അദ്ദേഹത്തിന് വെട്ടിപ്പിടിക്കുന്നതാരാണ്, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ച് എന്റെ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ പ്രസ്ഥാനത്തിന് പ്രതലം വർദ്ധിപ്പിക്കുക, കേരളത്തിൽ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA വരിക, ഇത് മാത്രമേ ഉള്ളൂ. ഈ ജാഗ്രത പാലിക്കണം എന്ന് പറയുന്ന പിണറായി വിജയന് ജാഗ്രത ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കാസർഗോഡില് കിന്നാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് വലിയ രീതിയിൽ ബോക്സൈറ്റ് ഖനനം ചെയ്തത്. പണ്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം ആദ്യമായിട്ട് ഒരു മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്ത സമയത്താണ് ഇവിടെ ഒരു പൊതുമേഖലാ സ്ഥാപനം സ്വാതന്ത്ര്യ സമര സേനാനികൾ ചേർന്ന് കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇതുപോലെയുള്ള ഒരു ക്ലേയുടെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടായിരുന്നു. ആ പൊതുമേഖലാ സ്ഥാപനത്തെ പഠിച്ചതിനു ശേഷം അന്ന് EMS പറഞ്ഞു, ഈ പൊതുമേഖലാ സ്ഥാപനം പോലെ തന്നെ ആയിരിക്കണം കാസർഗോഡിലെ കരിന്തളത്തെ കിന്നാനൂരിലെ ഈ ബോക്സൈറ്റ് കമ്പനി എന്ന് പറഞ്ഞൊരു പൊതുമേഖലാ സ്ഥാപനമാക്കി കൊടുത്ത് ആ പൊതുമേഖലാ സ്ഥാപനത്തിന് ഗോവ തുറമുഖം വഴി ഒരു സിക്കിന്ദർ എന്ന് പറയുന്ന ഒരു കമ്പനി മുതലാളിക്ക് ഗോവ തുറമുഖം വഴി ചൈനയിലേക്ക് ബോക്സൈറ്റ് കടന്നു. അവസാനം അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയൻ നേതാക്കന്മാരെ രംഗത്ത് വരികയും ആ കമ്പനി കൂട്ടിക്കെട്ടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പൊ കാസർഗോഡിലെ പൊതുമേഖലാ സ്ഥാപനം അന്ന് അവിടെ നിലനിന്നിരുന്നുവെങ്കിൽ മലബാർ സിമെന്റ്സിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ആ ബോക്സൈറ്റ് കമ്പനി അത് അവിടെ കൂട്ടിക്കെട്ടി മലബാർ സിമെന്റ്സിന് വില വർദ്ധിപ്പിച്ചു. മലബാർ സിമെന്റ്സിന് ആവശ്യമായിട്ടുള്ള വസ്തു പുറത്തുനിന്ന് കൂടുതൽ വിലക്കിയാൽ ആ രണ്ട് കമ്പനിയുടെ കഥ അത് കഴിച്ചു. അത് കഴിഞ്ഞ് മലബാർ സിമെന്റ്സിന്റെ അഴിമതിയെ കുറിച്ച് ശശീന്ദ്രൻ പറഞ്ഞപ്പോ ശശീന്ദ്രന്റെയും മക്കളെയും ഒന്ന് കെട്ടിത്തൂക്കുന്ന സാഹചര്യം ഉണ്ടായി. VM സുധീരനും ശോഭാ സുരേന്ദ്രനും അതുപോലെ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും ഉൾപ്പെടെ അദ്ദേഹത്തിന് ഞങ്ങൾ നിവേദനം കൊടുക്കുന്നു, ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നു. ഇതൊക്കെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഓർമ്മയുള്ള കാര്യമാണ്. ഇന്ന് ആ കണ്ണൂരിലെ മാങ്ങാട്ടുപറമ്പ് മലബാർ ഇന്നോവേഷൻ സെന്ററിന് മുഖ്യമന്ത്രിയുടെ മരുമകൻ എങ്ങനെ കൊടുത്തു? അന്വേഷിക്കണ്ടേ? അപ്പൊ ഇവിടുത്തെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൃത്യമായി തകർക്കാനും അഴിമതി നടത്താനും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അന്ന് തന്നെയാണ് എളമരം കരീമിന്റെ നേതൃത്വത്തില് വലിയ ഇരുമ്പയിര് ഖനനത്തെ കുറിച്ചിട്ട് ചക്കിട്ടപ്പാറയില് അവർ ചിന്തിച്ചതും അതിനുവേണ്ടി മുന്നോട്ട് പോയത്. അന്ന് വിജിലൻസ് അന്വേഷണം നടത്തി 1.5 കോടി രൂപ കാറിൽ നിന്ന് കണ്ടുപിടിച്ചു. ആ വിജിലൻസ് അന്വേഷണം നടത്തിയ സ്ത്രീയെ വേറൊരു പോസ്റ്റിലേക്ക് മാറ്റി. അവർക്ക് താല്പര്യമുള്ള ഒരാളെ കൊണ്ടുവന്നു. ഏത് അഴിമതി കേസാണ്, കോടികളുടെ അഴിമതി കേസാണ് കേരളത്തിന്റെ ഭൂമിയിൽ തെളിഞ്ഞിട്ടുള്ളത്? എന്താ തെളിയാത്തത്? 5 വർഷം നിങ്ങൾ, 5 വർഷം ഞങ്ങൾ. അപ്പൊ ഈ അഴിമതിയുടെ മുന്നണി, ആ മുന്നണിക്ക് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നും ഞങ്ങളിൽ ചിലർ വിജയിച്ച് കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ പലരും അഴിയണ്ണേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
ഒപ്പിടാൻ ഒരു പേര് കിട്ടാൻ വേണ്ടി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ അപേക്ഷ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്നും അവരുടെ പൂർണ്ണസമയ ജോലിക്കാരിയായിട്ട് എന്നെ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ ദേശീയ ഏജൻസികളുടെ അരികിലേക്ക് പോകാൻ വളരെ പെട്ടെന്ന് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ സമയത്തെല്ലാം പാർട്ടിയിൽ ബി.ജെ.പി പലപ്പോഴും ഒരു നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതിനോട് അനുകൂലമായിട്ട് പറയാൻ എന്ത് സംഭവിച്ചോ എന്ന് പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഒറ്റയ്ക്കാണ് പാർട്ടി കൂടെയില്ല എന്നൊന്നും പാർട്ടിയുടെ ഒരു നേതാവ് പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യം പറഞ്ഞത് ശ്രീമതി എം ടി രമേശ് പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പറഞ്ഞു. അതെന്താ പറയാൻ കാരണം? എം ടി രമേശ് സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പുതിയ ആളുകൾ പാർട്ടിയിൽ ചേർക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ല. ആ കമ്മിറ്റിയിൽ ആകെയുള്ളത് 5 പേരാണ്. ആ 5 പേരെന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്നുള്ള ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി, അതുപോലെ മധ്യപ്രദേശിൽ നിന്നുള്ള മുഖ്യമന്ത്രി, ഇപ്പോ അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ്. അതിൽ ശോഭാ സുരേന്ദ്രനുണ്ട്, സുധീർ എന്ന് പറയുന്ന ഒരാളുണ്ട് രാജസ്ഥാനിൽ നിന്ന്. ഇങ്ങനെ നദ്ദാജി ഉൾപ്പെടെയുള്ള ഒരു പരിമിതമായിട്ടുള്ള ഒരു ബോഡിയാണ്. ആ ബോഡിക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ പക്ഷേ ഞങ്ങളുടെ സംസ്ഥാനത്തിന് പെട്ടെന്ന് പറയാൻ സാധിക്കും. അപ്പൊ അവര് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ തെറ്റാണ് എന്ന് എന്റെ ഒരു സഹപ്രവർത്തകരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ കൃത്യതയാണ് എന്നുള്ളത് മാധ്യമ സുഹൃത്തുക്കൾക്ക് ബോധ്യമുണ്ട്. ഞാൻ കൈമളക്കട്ടയുടെ വിഷയം ഉന്നയിച്ചു. അത് ഇവിടെ വന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജി തന്നെ കൃത്യമായിട്ട് അദ്ദേഹം തന്നെ മാധ്യമ സുഹൃത്തുക്കളോട് ജനങ്ങളോട് പറഞ്ഞു ഈ കരിമണൽ ഖനനത്തെ അനധികൃതമായിട്ടുള്ള ഖനനത്തെ അത് വെച്ചുകൊണ്ടിരിക്കില്ല. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ കരിമണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 വർഷക്കാലം മുന്നോട്ട് പോയി അതിൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ഇനിയും അതിൽ ചില ആളുകൾ പിടിക്കപ്പെടാനുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മകന്റെ വാട്സാപ്പ് മെസ്സേജ് പോലും ഇ പി ജയരാജന് അറിയില്ലല്ലോ. അങ്ങനെയല്ലേ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്? നിങ്ങൾ എന്റെ ഫോണിൽ പരിശോധിച്ചത് ഇന്നലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് രേഖകൾ അറിയാം. മാധ്യമ സുഹൃത്തുക്കൾ കണ്ട ഒരു കാര്യം പോലും ഇ പി ജയരാജൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നല്ലേ. അങ്ങനെ സത്യത്തിന്റെ രേഖകളെ പോലും നിഷേധിക്കുമ്പോൾ അതിനെക്കുറിച്ച് മാറ്റി എന്നാ പറയുന്നത്? അതൊന്നും നമ്മുടെ അറിയില്ല. അല്ല, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുമായിട്ട് ആ കേസ് നമ്മുടെ DCPക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ അതുപോലെ തന്നെ കോടതിയിൽ ഒരു കേസ് ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ കൈപിടിച്ച് ശോഭ ഈ കാര്യം ചെയ്യണം ആ കാര്യം ചെയ്യണം എന്ന് പറയാൻ മാത്രമുള്ള പ്രവൃത്തിയൊന്നും ശോഭാ സുരേന്ദ്രൻ ഇല്ല. എന്റെ സഹപ്രവർത്തകർക്ക് അറിയും. അതിലെന്തിനാണ് പിന്നെ മറ്റൊരു സാഹചര്യം ആവശ്യമുള്ളത്? അല്ല, ഞാനിതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. പൊതുസമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞതാണ്.